നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പച്ചയ്ക്ക് അരി തിന്നുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം നമുക്ക് കാണാം. അത് ഇപ്പം ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ കാരണം ഒത്തിരി ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർക്ക് അതിനൊരു സൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾക്ക് അത്ര എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു പച്ചയ്ക്ക് അരി തിന്നുന്നത് കുറേ ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്കും ഡോക്ടറുടെ അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പം മിക്കവാറും പ്രസൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും. നമുക്ക് കാണുമ്പോൾ എപ്പം പച്ചക്കരി എടുത്ത് തിന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. എത്രയായാലും മടുപ്പ് തോന്നില്ല. പല്ല് വേദന ചിലപ്പോൾ എടുക്കും. ചിലവരുടെ പല്ല് പൊട്ടിപ്പോകുന്നത് വരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് നിർത്താൻ തോന്നില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മളിത് കഴിച്ചുകൊണ്ടേ ഇരിക്കണം നമുക്ക്. അല്ലെങ്കിൽ മനസ്സിനും ഒരു ശരീരത്തിനും ഒരു വല്ലായ്മ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. സാധാരണ മെഡിക്കൽ ഇതിലങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് നമുക്കൊരു ഇത് വരുവാണ്, നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു ആഗ്രഹം വരികയാണ്. നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, അതായത് വലിയ ആരോഗ്യ ഗുണവും അല്ലെങ്കിൽ പോഷക ഗുണവും ഇല്ലാത്തതായ സാധനങ്ങൾ തിന്നാനുള്ള, നമുക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം, പൈക്കാന്ന് പറയും. അപ്പോൾ അത് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിന്നാലേ അതൊരു അടക്കമാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അരിയാണ് ഒത്തിരി ആൾക്കാർ അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്. കുട്ടികളിൽ ചിലർ മണ്ണ് അല്ലെങ്കിൽ കല്ല്, ചോക്ക്, അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും കാൽഷ്യം പോലത്തെ അങ്ങനത്തെ വൈറ്റ് സബ്സ്റ്റൻസസ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല കഴിക്കും, പുല്ല്, അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലെ അരിയാണ് ഇപ്പം മെയിൻ പ്രശ്നം. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടും കഴിച്ചാൽ വലിയ പ്രോബ്ലം ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു ശീലമാക്കി എടുക്കും എന്നുള്ളത്. ഇതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അരി വേവിക്കാതെ ആകുമ്പോൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മളിത് തുടരെ ദീർഘകാലം കഴിക്കുകയും നമ്മൾ പിന്നെയും ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പം ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇൻഡൈജഷനും കോൺസ്റ്റിപ്പേഷനും, വയറ്റിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്യാസ് നിറയുക, നമുക്ക് ഡൈജഷൻ നന്നാവാതെ ഇരിക്കുക, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, വയറ്റിൽ നിന്ന് മലബന്ധം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതും കോമൺ ആയിട്ട് കാണും. അതുപോലെ തന്നെ ഡെന്റൽ പ്രോബ്ലംസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് പൊട്ടിപ്പോയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ചെറിയ ഭാഗം അടർന്നു പോവുക, പ്രത്യേകിച്ച് പല്ല് അടച്ചവരുടെയൊക്കെ അടച്ച ഭാഗം അടഞ്ഞു പോവുക, അതുപോലെ തന്നെ ചെറിയ ഭാഗങ്ങൾ അടർന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല്ലിൻ്റെ ബലം കുറയുകയും മോണയ്ക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല ശക്തിയുള്ള സാധനമാണല്ലോ പച്ച അരി എന്ന് പറയുമ്പോൾ. ഡെന്റൽ പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ട്, ഡാമേജസ് കോമൺ ആണ്. വയറുവേദനയൊക്കെ ചിലർക്കുണ്ട്, നമുക്കറിയാം, ദഹിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിട്ട് ഇതിനെ നമ്മൾ ചേർത്ത് പറയാം. അതായത് അരി തിന്നാൻ തോന്നുന്നത് എല്ലാ കേസിലും അല്ല, എന്നാലും ഭൂരിഭാഗം കേസിലും നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ, അതായത് അയൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അനീമിയ അല്ലെങ്കിൽ നമുക്ക് വിളർച്ച, ആ കാരണമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാം. ഇങ്ങനെ വിളർച്ചയുള്ള ആൾക്കാർക്ക് അരി തിന്നാൻ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതാണോ എന്നറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്ന വളരെ നല്ലത്. ഡോക്ടറിനെ തീർച്ചയായിട്ടും കാണണം. അരി തിന്നുന്ന ഒട്ടും നല്ലതും സേഫുമല്ല. അതുകൊണ്ട് ഡോക്ടറിനെ തീർച്ചയായിട്ടും നമ്മളൊരു ഇതിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഏറ്റവും നന്നായിരിക്കും കേട്ടോ. ഇനി ഇത് നിർത്താനുള്ള മാർഗങ്ങളാണ് പല ആൾക്കാർക്കും അറിയത്തില്ല. ഇത് നിർത്താൻ നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. ചില ആൾക്കാർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനോടുള്ള ഒരു ഡ്രൈവ് കുറഞ്ഞ് നമുക്ക് ഇത് വേണം എന്നുള്ളത് കുറഞ്ഞു വരും. എന്നാൽ ഞാനിവിടെ ഇച്ചിരി കുറച്ച് നല്ല കാര്യങ്ങൾ, ഇത് നിർത്താനും ഇതിന് പകരം ചെയ്യാനുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞൊരു ടേസ്റ്റിനും ക്രഞ്ചിനെസ്സിനും ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. നമുക്ക് ആ കറുമുറോന്ന് ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല്ലിനൊരു തരിപ്പായിരിക്കും ഇത് വേണം എന്നുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് തത്തുല്യം എന്തെങ്കിലും അതേപോലത്തെ സീഡ്സ്, അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എള്ള് നമുക്ക് കഴിക്കാം, ചിയാ സീഡ് നമുക്ക് കഴിക്കാം, സൺഫ്ലവർ സീഡ്, അങ്ങനത്തെ സീഡ്സ് എന്തെങ്കിലും ചവച്ചരച്ച് അങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് കടല കഴിക്കാം. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ക്രഞ്ചിനെസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം മാറിപ്പോൾ. അല്ലെങ്കിൽ പോപ്കോൺ ഒരു മികച്ച ഒരു നമുക്ക് അതിന് വേണ്ടിയിട്ട് പകരം കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം. അതിൽ തന്നെ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ കേസിൽ വന്നപ്പോൾ പറഞ്ഞു, കുട്ടീനോട് ഈ ഒരു ക്യാരറ്റ് കടിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് കടിച്ച് കഴിച്ചത്. അപ്പോൾ കുറച്ചൊരു ക്രഞ്ചി ആയിട്ട് കിട്ടുകയും ചെയ്യും. കുട്ടിക്ക് ക്യാരറ്റ് യാതൊരു റോ ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ദോഷം വരുത്തുന്നില്ല. അങ്ങനെയാണ് കുട്ടിയുടെ ഈ ഒരു അരി തിന്നേണ്ട ഒരു പ്രശ്നം മാറിയത്. അപ്പോൾ ഇങ്ങനെ മാറ്റാനുള്ള ട്രാൻസിഷൻ പീരീഡിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ക്രഞ്ചി ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ശരീരത്തിന് നല്ലതാവണമെന്ന് മാത്രം. ഇത് പ്രധാനമായിട്ടും ടീനേജേഴ്സിനും അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ ചിൽഡ്രനും, ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത് കേട്ടോ. പ്രഗ്നന്റ് ലേഡീസിന് ഇത് കോമൺ ആണ്. പ്രഗ്നന്റ് ലേഡീസ് ഒരിക്കലും അരി കഴിക്കുന്ന നല്ലത്. ആയുർവേദത്തിനനുസരിച്ച് പിത്തവർദ്ധനവ് ഉണ്ടാകുന്നതാണ് കേട്ടോ. അത് കുട്ടിക്കും അമ്മയ്ക്കും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ, ക്രഞ്ചിനെസ് ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ പതുക്കെ നമുക്കിതിനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അനീമിയൊക്കെ ആണെങ്കിൽ എടുക്കുക.
അല്ലാതെ നിങ്ങൾക്കിത് നിർത്തണം, അനീമിയ ഒന്നും ഇല്ല, ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.